ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എളുപ്പം നമുക്കൊരു കഞ്ഞി കുടിക്കാനും അതുപോലെ തന്നെ ചോറ് കഴിക്കാനും പറ്റിയ ഒരു അച്ചാറാണ്. എസ്പെഷ്യലി സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഓഫീസുകളിലൊക്കെ ലഞ്ചിന് കൊണ്ടുപോകാനും പറ്റിയ ഒരു പിക്കിളാണിത്. വേറെ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ ബിരിയാണി കഴിച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ അച്ചാർ കഴിക്കുകയാണെങ്കിൽ ഡൈജഷനൊക്കെ ഒത്തിരി നല്ലതാണ്. എപ്പോഴും നമ്മൾ നാരങ്ങ അച്ചാറിടാൻ എടുക്കുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ നല്ല, കാരണം ചെറിയ ചെറിയ പീസ് നമ്മൾ അത്രേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം കുരു കംപ്ലീറ്റ് നമ്മൾ മാറ്റണം. കുരു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ അച്ചാർ കഴിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു എത്രമാത്രം ഉപ്പാണ് നമുക്ക് വേണ്ടത് അത്രയും ഉപ്പെടുത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ ഉപ്പ് ചേർത്ത് മാറ്റി വെക്കുന്നത് വളരെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ അച്ചാർ, അതായത് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നമ്മുടെ നല്ലെണ്ണയാണ്, അതായത് ജിഞ്ചല്ലി ഓയിൽ. ഇതാണ് ഏറ്റവും നല്ലത് അച്ചാർ ഇടാനായിട്ട്. കാരണം അച്ചാർ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു എണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു ഓയിൽ. ഞാൻ കടുകിട്ടൊന്ന് പൊട്ടിച്ചു. അതിനുശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കാന്താരി മുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇപ്പോൾ പച്ച കാന്താരിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കാൻ നമ്മുടെ അച്ചാർ ഒട്ടും കേടാകാതിരിക്കും. ഇതെല്ലാം മൂത്തതിന് ശേഷം ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ നാരങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അച്ചാറിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഇത് നമ്മൾ വാട്ടുകയോ ഒന്നും ചെയ്തില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. ഓക്കെ, ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി കൂടിപ്പോകാൻ ഇടയാകരുത്. നമ്മൾ എന്തുമാത്രം നാരങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പം ഞാൻ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പിക്കിളിനൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കായത്തിൻ്റെ പൊടി, അതായത് അസാഫോയിറ്റിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുമ്പോഴൊരു നല്ലൊരു മണമാണ്. കാരണം നമ്മുടെ ഇവിടെ ഈ പിക്കിളിൻ്റെ ഒരു നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വെള്ളക്കിടുന്ന അച്ചാറിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വേറെ ഒന്നും ചേർത്തിട്ട്, അതുപോലെ ഉപ്പും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ ഈ നാരങ്ങ ഒന്ന് സോഫ്റ്റായി, അതിൻ്റെ തോടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചൊരു 5-8 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡബിൾ ഹോഴ്സിൻ്റെ വിനെഗരിയും നല്ലതാണ്. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഈ എല്ലാവരും പറയും ഞങ്ങൾ വെള്ളക്കിട്ടാൽ നാരങ്ങ എങ്ങനെ ഇട്ടാൽ കഴിക്കുമെന്ന് പറയും. കഴിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാരങ്ങയ്ക്കകത്ത് കുരു കാണും. ആ കുരു നല്ലതുപോലെ അത് മാറ്റിയതിന് ശേഷം മാത്രമേ അച്ചാർ ഇടാവൂ. അതുപോലെ തന്നെ ഇതിൻ്റെ തോട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിടണം. പിന്നെ ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറിനെ എങ്ങനെയൊക്കെ ചെയ്താലും കയ്പ്പാണെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും അവസാനം ചെറിയൊരു ടീസ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ ചേർക്കുന്ന കാന്താരി നമ്മുടെ ഉണങ്ങിയ കാന്താരിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം നമ്മുടെ വിനാഗിരിയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഉണങ്ങിയ കാന്താരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് വളരെ ബെസ്റ്റാണ്. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് റെസിപ്പി താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ്,
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ ഞാൻ എൻ്റെ ഗാർഡൻ വ്ളോഗ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് വീഡിയോ.